എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഡബിൾ എക്സൽ അളവിലുള്ള ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമാണ് കേട്ടോ. അപ്പോൾ ലെന്ത് കൂടുതലാണെങ്കിൽ സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ ഞാൻ ഇതിന് തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നൈറ്റി പീസാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 2 മീറ്റർ ഞാൻ കട്ട് ചെയ്തെടുത്തു. 290 കാണും. അതിൽ നിന്ന് 2 മീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 4ആയിട്ട് മടക്കിയിട്ട് കണ്ടു. നീളത്തിനായിട്ട് ഒരു മടക്ക് മടക്കിയിട്ട് വീതിക്കായിട്ട് ഒരു മടക്ക്, അങ്ങനെ 4. ഇവിടെ ഓപ്പൺ സൈഡും ഇത് ഫോൾഡ് ചെയ്ത സൈഡും ഇവിടെയും ഫോൾഡ് ചെയ്തതാണ്. ഇനി നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഡബിൾ എക്സൽ അളവിലാണ് ചെയ്യുന്നത്, നമ്മൾ റെഡിമെയ്ഡ് അളവിൽ. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ലെങ്ത് ഇതിൽ എത്രയാണോ കിട്ടുന്നത് അത് ഫുൾ എടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് കട്ട് ചെയ്തെടുത്തതായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള അത്ര ലെങ്ത് കിട്ടത്തില്ല. അല്ലെങ്കിൽ 3 മീറ്റർ നമ്മൾ എടുക്കണം, എങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 മീറ്ററാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ലെങ്തിൻ്റെ കാര്യം പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെങ്ത് കറക്റ്റ് അളവ് എടുത്തിട്ട് 2 ഇഞ്ച് 2.5 ഇഞ്ച് കൂടുതലെടുക്കാം. ഷോൾഡർ ജോയിനിങ് താഴ്ഭാഗം മടക്കി അടിക്കാം. പിന്നെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടുതലെടുത്താലും കുഴപ്പമില്ല. ബാക്കി വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് നെക്ക് വിഡ്ത്ത് 3.5 എടുക്കുന്നത്. ഷോൾഡർ വീതി 2.5യും 1/2 ഇഞ്ച് ഷോൾഡർ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയായി മൊത്തം? 6.5 ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ ഇവിടെ ഞാൻ 6.5 എടുക്കുന്നത്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 3 ഇഞ്ച് ഷോൾഡർ വീതി, അതിൽ 1/2 ഇഞ്ച് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ പോകും. അപ്പോൾ 2.5 ഇഞ്ച് വരും. എന്താണ് നമ്മൾ ഷോൾഡറിൻ്റെ വീതി. എന്നിട്ട് താഴ്ഭാഗത്തും നമുക്ക് ഈ 6.5 തന്നെ, സെയിം 6.5 തന്നെ താഴ്ഭാഗത്ത് ഇറക്കാം. എന്നിട്ട് ഇവിടെയും നോക്കണം. 6.5 മാർക്ക് ചെയ്ത് ലൈൻ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ 6.5 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ നോക്കണം 6.5 ഉണ്ടോ എന്ന്. ഇവിടെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടെയും 6.5 മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിക്കാം. 6.5 ഇവിടെയാണ് വരുന്നത്. ഇവിടെ 6.5 ഇവിടെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടെയും 6.5 മറിക്കണം. അതെല്ലാം ലൈൻ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ചെസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് ഞാനിവിടെ ഒരു 11 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പിട്ട് 12 എടുക്കുന്നുണ്ട്. കണ്ടു, 11, 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 12 എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് 6.5 സെൻറ്റർ 3.4. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്കായിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് ഇതെങ്ങനെ ഒന്ന് കണ്ടോ. അതിനുശേഷം ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് 14ആണ്. ഷോൾഡർ ജോയിനും കൂടി ചേർത്താണ് 14 എടുക്കുന്നത്. ഇനി ഹിപ്പ് 21 എടുക്കുന്നത്. ഉണ്ടോ ഇവിടെ വേസ്റ്റ് 14, ഹിപ്പ് 21. ഇനി ഇവിടുത്തെ വേണം. വേസ്റ്റിൻ്റെ അടുത്ത് വേണം. ഇവിടത്തേക്കാട്ട് 1 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. 10ആണ്, 11ആണ്. അപ്പം 10 എടുക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇട്ട് 11. ഇവിടെ ഞാൻ 11.5 എടുക്കുന്നുള്ളൂ. 1 ഇഞ്ച് തയ്യൽ തുമ്പ് 12.5 കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമുക്കിതെല്ലാം യോജിപ്പിച്ചെടുക്കാം. കണ്ടു, ഇതാണ് ഈ തയ്യൽ തുമ്പാണ്. ഇതാണ് കറക്റ്റ്. അത് നമുക്ക് വേണ്ട. സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അളന്നൊന്നും കൂടെ കട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ തയ്യൽ തുമ്പ് ഇട്ടേക്കുന്നത് കൂടി വരച്ചാൽ മതി. ഇനി ഇവിടെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ടേബിൾ ലെന്ത് കുറവായതുകൊണ്ട്. ഇനി ഇവിടെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ 12.5 എടുത്തത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 13.5. പിന്നെ ഇവിടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് 14.5. മനസ്സിലായല്ലോ. നമ്മൾ ഹിപ്പിൻ്റെ അവിടെ എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി വേണം ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യണം.
നമുക്ക് ഇതാണ് കറക്റ്റുള്ളത്. വീതി വേണ്ടവർക്ക് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ചേർത്ത് വരയ്ക്കാം. ഞാനിത് ചേർത്ത് വരച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഫ്രണ്ടും ബാക്കും ആയിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം മാറ്റി വയ്ക്കാം. ഒന്ന് എടുത്തിട്ട് ബാക്ക് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ബാക്ക് നെക്കിൻ്റെ വിട്ട് ഞാനിത് സിമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ക്യാഷ്വലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ചാണ് ഞാൻ നെക്ക് കൊടുത്ത് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 ഇഞ്ച് നമുക്ക് എടുക്കാം. അപ്പം ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് 4.5 ഇഞ്ച് നെക്ക് കൊടുത്ത് കിട്ടിക്കോളും. നെക്കിൻ്റെ ഇറക്കം കിട്ടിക്കോളും. ഇവിടെയും 3.5. റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. ഇന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. റൗണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്യാം. നെക്കിൻ്റെ വിടുത്ത് 3.5 മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ഇറക്കം 6 5.5 കിട്ടും. ഇവിടെയും 3.5 മാർക്ക് ചെയ്തു. ഇതും 6. ഇവിടെയും 3.5. ഇത് നമ്മൾ ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഷേപ്പാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ കിട്ടും. സിമ്പിൾ നെക്കാണ്. തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ നെക്ക്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ചോളം ഇങ്ങനെ കുഴിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇത് ഫ്രണ്ടാണെന്ന് കുറച്ച് മാർക്ക് ചെയ്തൊരു കട്ട് കൊടുക്കണം. നെക്ക് ഡിസൈൻ കാണാൻ നമുക്ക് അറിയാം, എന്നാലും മാറിപ്പോകത്തില്ല. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈക്കുഴിയുടെ അവിടുത്തെ വണ്ണം എടുക്കണം. അതെ, ഇങ്ങനെ 11 ഇഞ്ചാണ് വേണ്ടത് നമുക്ക്. സ്ലീവ് 10.5 മതി. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിന് പോകും. സ്ലീവ് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് സ്ലീവ് തികയത്തില്ല, ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. നോക്കി കണ്ടോ, 7 ഉള്ളൂ. നമുക്ക് 10.5 വേണം. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പീസ് നമുക്ക് ഇവിടെ ഇങ്ങനെ വച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലെന്ത് കിട്ടിക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ചിങ് പാർട്ടിൽ കാണിച്ചു തരാം. നമുക്ക് സൈഡിൽ നിന്ന് കിട്ടിയ പീസുകളെല്ലാം കൂടെ വയ്ക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്ക് കംപ്ലീറ്റ്, നമ്മൾ സിമ്പിളായിട്ടാണ് നെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പീസുകൾ വേണം. ബാക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്താലും മതി. ഇത് ഫ്രണ്ട് നെക്കാണ്. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിനും കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും പീസ് കട്ട് ചെയ്ത് വയ്ക്കണം. സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ജോയിൻ ചെയ്തെടുത്താലേ തികയത്തുള്ളൂ. അങ്ങനെ ഞാൻ 2 സൈഡിലും 2 പീസും വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണിത് മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇനി സാധാരണ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ചെയ്തെടുത്താൽ മതി. നൈറ്റി പീസിൽ ചിലപ്പോൾ തികയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 10 ഇഞ്ചോളം ഉണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുകയാണേ. അതായത് നമുക്ക് 10.5 ഇഞ്ചാണ് വേണ്ടത്. 11 കിട്ടി, 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനും പോവും. അങ്ങനെ 10.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ വണ്ണം വേണ്ടത്. പക്ഷെ ഇത് ഇവിടെ 11 ഇഞ്ചോളം കിട്ടുന്നുണ്ട്, ധാരാളം തികയും.
അപ്പോൾ ആദ്യം ഇങ്ങേ അറ്റത്തും ഇതേ സെയിം ലെങ്ത് തന്നെ അവിടെയും എടുക്കണം. 10 ഇഞ്ച് ഇവിടെ വരും. അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴ്ത്തി വരയ്ക്കണം. കണ്ടോ? എന്നിട്ട് ഇവിടെ ഒരു 2 ഇഞ്ചോളം നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് നോക്കിക്കോണേ, ഞാൻ വരയ്ക്കുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവ് വയ്ക്കുന്നത്. ഇവിടെ ചെറിയൊരു ഇത് വരും, അത് നമുക്ക് കുറച്ചുകൂടി കയറ്റിയാലും കുഴപ്പമില്ല. ഈ കട്ട് ചെയ്ത് പോകണം. ഇവിടെ ഒരു ചെറിയ ഒരു ജോയിനുള്ളത് കട്ട് ചെയ്ത് പോകണം. ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് എനിക്ക് 6.5 ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടി 7.5 എടുത്തു. എന്നിട്ട് നമുക്ക് ഇത് തമ്മിൽ ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുക്കും. കണ്ടോ? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ? ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. സെൻറ്ററിലൊരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കണ്ടോ? ഇതുപോലെ വരും സ്ലീവ്. നമുക്ക് ഇത്ര ലെന്ത് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ലെന്ത് കൂടുതലാണെങ്കിൽ 3 മീറ്റർ എടുക്കണം. എങ്കിൽ നമുക്ക് കുറച്ച് ലെങ്ത്തുള്ള സ്ലീവ് കിട്ടും. ഞാൻ 3 മീറ്റർ 2 മീറ്റർ ഈ ടോപ്പിന് നൈറ്റി പീസിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നൈറ്റി പീസിൽ ടോപ്പ് കട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് അല്ലാതെ നമുക്ക് മെറ്റീരിയൽ വാങ്ങിച്ച് ചെയ്യാം. അത് 2 മീറ്റർ വാങ്ങിക്കുമ്പോൾ വീതിയുള്ള തുണി ആയതുകൊണ്ട് സ്ലീവിനൊക്കെ തികയും കേട്ടോ. ഇത് വീതി കുറഞ്ഞ തുണിയല്ലേ. ഇനി ഇതേപോലെ മറ്റേ സ്ലീവ് റെഡിയാക്കാം. എന്താ 2 സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് ഇവിടെ ചെറിയ ജോയിനിങ് ഉള്ളത് കൊണ്ട്. കണ്ടോ? ഇവിടെ ഇങ്ങനെ തേര് വശമല്ല, ഇത് മാത്രമേ തേര് വശമുള്ളൂ. അപ്പോൾ താഴ്ഭാഗം ഒരു 1/4 ഇഞ്ച് വെച്ച് മടക്കി അടിക്കേണ്ടി വരും കേട്ടോ. 1/2 ഇഞ്ചിൽ. അപ്പം ഇത് സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്. ഇത് ഫ്രണ്ട് പാർട്ട്. കണ്ടോ? ഇത് ഫ്രണ്ട് പാർട്ട്. നമ്മളൊരു ചെറിയൊരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇത് 2 സ്ലീവായി. ഇത് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാം. ഫ്രണ്ട് നെക്കിൽ നമുക്ക് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ട് വേണം. അതിന് വേണ്ടിയിട്ടുള്ള കട്ട് പീസ്. ഇത് ബാക്ക് നെക്ക് ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത അവിടുത്തെ പീസാണ്. ബാക്ക് നെക്ക് കട്ട് ചെയ്താൽ അധികം തുണി കിട്ടത്തില്ല. അപ്പോൾ അത് നമുക്ക് ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കാം. കണ്ടോ? ഇത് മതിയോ? ഇല്ലെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ കുറച്ച് തുണി കിട്ടിയിട്ടുണ്ട്, അതും കൂടെ എടുക്കാം. അപ്പോൾ എല്ലാം ആയി. നമുക്കിപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.